ഹായ് ഗായ്സ്, വെൽക്കം ടു എൽസാസ് ഹെവൻ. നമ്മളിപ്പോൾ ഉള്ളത് ഗോൽക്കൊണ്ട ഫോർട്ടിലാണ്. ഇവിടെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 9 AM to 5:30 PM ആണ്. ഒരാൾക്ക് ഇന്ത്യൻസിന് 25 rupees ഇവിടെയുള്ള എൻട്രി ഫീ. നമുക്ക് കയറി വരുന്ന സ്ഥലത്ത് ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട്. പ്ലസ് ഓൺലൈനിലായിട്ട് എടുക്കുകയാണെങ്കിൽ 20 rupees ആണ്. ഓൺലൈനിലെടുക്കാം. അപ്പോൾ തന്നെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അവരുടെ 20 rupees വെച്ചിട്ട് പേ ചെയ്യാം. ഓക്കെ, മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണിത്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഒന്നിലൊരു ക്യാപ്പോ അല്ലെങ്കിൽ കുടയൊക്കെ ആയിട്ട് വരണം. ഇവിടെ പുറത്ത് ക്യാപ്പ് വാങ്ങാൻ കിട്ടും 150 രൂപ. ഇത് അവിടെ നിന്ന് വാങ്ങിയ ക്യാപ്പാട്ടോ പുറത്തുനിന്ന്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡഡ് അല്ല. പ്ലെയിൻ വാട്ടർ മാത്രമേ നമുക്കിവിടെ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ഒരു വിസിറ്റിംഗ് സ്പോട്ടിലും നമുക്ക് ഫുഡ് അലൗഡഡ് അല്ല. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. ഒരുപാട് സെക്യൂരിറ്റി ചെക്സൊക്കെ എല്ലാ സ്പോട്ടിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കളയേണ്ടതായിട്ട് വരും. കയ്യിൽ ക്യാരി ചെയ്തുകൊണ്ട് കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ ക്ലോക്ക് റൂമൊന്നും കണ്ടില്ല. സോ നമുക്കത് കളയേണ്ടതായിട്ട് വരും. ഫുഡൊന്നും കയ്യിൽ ക്യാരി ചെയ്യാതിരിക്കുക. പ്ലെയിൻ വാട്ടർ മാത്രം കൊണ്ടുവരാം. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നും. ഇവിടുത്തെ പണ്ട് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പല ക്രമീകരണങ്ങളുമാണ് ഇവിടെ അന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രധാന കവാടത്തിൻ്റെ പേര് ഫത്തേ ദർവാസ എന്നാണ്. അതിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കൈ കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോട്ട മുഴുവനും കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശത്രുക്കളോ ആരെങ്കിലും ഇവിടേക്ക് എൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ട മുഴുവൻ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗണ്ട് സിസ്റ്റമാണ്. അത് ഈ കവാടത്തിൽ മാത്രമല്ല, ഈ കോട്ടയുടെ പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള സൗണ്ട് വെച്ചിട്ടുള്ള എഫക്ട്സ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു തവണ കൈ കൊട്ടിക്കഴിഞ്ഞാൽ അത് രാജാവ് വരുന്നതിൻ്റെ അറിയിപ്പായിട്ടും, 2 തവണ കൈകൊട്ടിയാൽ അതിഥികൾ വരുന്നതായും, 3 തവണ കൈകൊട്ടിയാൽ ശത്രുക്കൾ വരുന്നതായും ഒക്കെയാണ് ഇതിൻ്റെ സിഗ്നൽസൊക്കെ കൊടുത്തിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ കോട്ടയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ ശബ്ദ ക്രമീകരണം, ജലവിതരണം. പിന്നെ നമ്മൾക്കറിയാമല്ലോ, കൊഹിനൂർ രത്നം പോലെയുള്ള ഒരുപാട് രത്നങ്ങൾക്ക് പേര് കേട്ടൊരു സ്ഥലവുമാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. മുകളിൽ നിന്ന് താഴേക്കാണ് ഈ കോട്ടയുടെ നിർമ്മിതി. ഏകദേശം 62 വർഷം എടുത്താണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ കോട്ടയ്ക്ക് മുമ്പായി ഇവിടെ മഡ് കൊണ്ടുള്ള ഒരു കോട്ടയാണ് ഉണ്ടായിരുന്നത്. പണ്ട് രാജാവും രാജ്ഞിയും ഒക്കെ ഈ കോട്ടയിൽ പല്ലക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ ഈ കോട്ടയുടെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ 2 പേര് ഫ്രണ്ടിലും ഹൈറ്റ് കൂടിയ 2 പേര് ബാക്കിലും, നേരെ തിരിച്ചിറങ്ങി വരുമ്പോൾ ഹൈറ്റ് കൂടിയ 2 പേര് ഫ്രണ്ടിലും ഹൈറ്റ് കുറഞ്ഞ 2 പേര് ബാക്കിലും. ഈ ഒരു രീതിയിൽ ആണ് അവർ പല്ലക്കിൽ ഇവിടെ യാത്ര ചെയ്തിരുന്നത്. ഈ ഒരു കോട്ടയുടെ ആർക്കിടെക്ചർ വെച്ചിട്ട് ആ ഒരു മോഡലിലായിരുന്നു അവർ ഇവിടെ യാത്ര ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ബെഞ്ചാര ഹിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്നുമാണ് ഇവിടേക്ക് ഈ കോട്ടയിലേക്കുള്ള വാട്ടർ സോഴ്സ് ആ ഒരു ഹിൽസിൽ നിന്നാണ് എടുത്തിരുന്നതെന്നാണ് പറയുന്നത്. ആ വാട്ടറിൻ്റെ ഫ്ലോയും സിസ്റ്റവും ഒക്കെ എങ്ങനെയാണ് പോയിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു അന്ന് അവർ ചെയ്തിരുന്ന ഒരു ആർക്കിടെക്ചർ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഇപ്പോഴും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ചാർമിനാറിൻ്റെ ഒരു 2 മിനാരുകൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നും കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്.
ഹൈദരാബാദിൻ്റെ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.